ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ചിന്തയിലും പ്രവൃത്തിയിലും അതനുസരിച്ചുള്ള മാറ്റം വരും. ശരിക്കും പറഞ്ഞാൽ ജീവിത സാഹചര്യം എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മളറിയാതെ നമ്മുടെ ഓരോ പ്രവൃത്തികളെ അത് നിയന്ത്രിക്കുന്നുണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യവും സന്തോഷമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ലൈംഗികതയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനോടുള്ള ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലക്ഷ്യം ഏറെക്കുറെ ഒന്നാണെങ്കിലും ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. സാധാരണയായിട്ട് ഇതിനകത്ത് രണ്ട് രീതിയാണല്ലോ ഉള്ളത്. ഒന്ന് സ്വയം ചെയ്യുന്നതും മറ്റൊന്ന് പങ്കാളിയായിട്ട് ചെയ്യുന്നതും. ചിലർക്കാണെങ്കിൽ ഇത് സ്വയം ചെയ്തെങ്കിൽ മാത്രമേ പൂർണ്ണമായ സംതൃപ്തി കിട്ടത്തുള്ളൂ. എന്നാൽ ചിലർക്ക് അങ്ങനല്ല, അങ്ങനെയുള്ള ഒരു കഴിവില്ല. സ്വയം അതിനുവേണ്ടിയുള്ളൊരു ഫാൻറ്റസി അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അവർക്കിതിനു വേണ്ടി ഒരു പങ്കാളി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എന്നാൽ ഒത്തിരി പേർക്ക് അങ്ങനല്ല, രണ്ട് രീതിയും പറ്റും. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികത സ്വയം ചെയ്യാൻ കഴിയാത്ത ചില സ്ത്രീകളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മുടെ സാഹചര്യമായിട്ടും ജീവിത രീതിയായിട്ടൊക്കെ അതിനൊരു ബന്ധമുണ്ട്. ഇപ്പോൾ പങ്കാളി കൂടെ തന്നെയുണ്ട്. പങ്കാളിയായിട്ടുള്ള ബന്ധത്തിൽ പൂർണ്ണ സംതൃപ്തയാണെങ്കിൽ പിന്നെ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. എന്നാൽ ഒത്തിരി പേർക്കും അങ്ങനല്ല. അവർക്ക് മറ്റൊരു രീതിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പങ്കാളിയായിട്ട് കുറേ നാൾ നല്ല രീതിയിൽ ബന്ധമുണ്ടായിരുന്നു, നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതുപോലെ പറ്റുന്നില്ല. ഏതോ കാരണത്താൽ അത് ശരിയാകുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ സ്വയം ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അവർക്ക് ഈ പങ്കാളിയുള്ള രീതിയോടാണ് ഇഷ്ടം. ഇപ്പോൾ സ്വയമാണെങ്കിലും ചുമ്മാതങ്ങ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതിനും അതിൻ്റേതായിട്ടുള്ള ചില രീതികളൊക്കെ ഉണ്ട്. അതിനും പല പല ചിന്തകൾ വേണം, ഫാൻറ്റസികൾ വേണം, കാഴ്ചകൾ വേണം. യഥാർത്ഥത്തിൽ ഈ രണ്ട് രീതിയായിട്ടും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഒരുപക്ഷെ നമ്മൾ എന്താണോ കുറേ കാലമായിട്ട് ശീലിച്ച് വരുന്നത് അത് തന്നെ ഇങ്ങനെ തുടർന്നു പോകാനാണ് മനുഷ്യ മനസ്സിന് താല്പര്യം. പൊതുവെ ഒത്തിരി പേർക്ക് ഈ മാറ്റത്തിനോട് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. നമുക്കിപ്പോൾ ഒരു കാര്യത്തിനോട് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അത് കിട്ടുന്നില്ല. അത് നേടിയെടുക്കാനായിട്ട് പല വഴികളും ആലോചിക്കുമല്ലോ. ഇതിനുവേണ്ടി ഓരോരുത്തരുടെ മനസ്സും പ്രവർത്തിക്കുന്നത് അവരുടെ സാഹചര്യം അനുസരിച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ സ്വയം ചെയ്യുന്നത് ഒരു വല്ലാത്ത ബോറിംഗ് ആയിട്ട് തോന്നാം. അപ്പോൾ അവരുടെ മനസ്സ് ഇതിനു വേണ്ടി മറ്റൊരാളെ ആഗ്രഹിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള അവസരങ്ങളും സാഹചര്യങ്ങളുമൊക്കെ മനസ്സ് തന്നെ സ്വയം സൃഷ്ടിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ലൈംഗികതയോടുള്ള ശക്തമായ ആഗ്രഹം, മറ്റൊന്ന് എങ്ങനെയും അത് നേടിയെടുക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ മനോഭാവം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സാഹചര്യം ഉണ്ടാവും. അതുപോലെ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർ പൊതുവെ ഹാപ്പി ആയിരിക്കും. മറ്റുള്ളവരോട് അവർക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. തുറന്ന് സംസാരിക്കും, വേഗത്തിൽ അടുക്കും. അതുപോലെ ചില പുരുഷന്മാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ അവരുടെ മനസ്സ് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സ്വയം ഉള്ളിലൊതുക്കി കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ചിലർക്കാണെങ്കിൽ സ്വയം ചെയ്യാനും പറ്റുന്നില്ല, ഇതിനു വേണ്ടി മറ്റൊരാളെ കണ്ടെത്താനും പറ്റുന്നില്ല. അതാ ഞാൻ ആദ്യമേ സാഹചര്യത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് കേട്ടോ. ചിലർ അവരുടെ വികാര വിചാരങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടി ഒരാൾ കണ്ടെത്തുന്ന മാർഗമെന്ന് പറയുന്നത് അവരുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അപ്പം നമ്മളിതിനകത്ത് പറയുന്നത് സ്വയം ചെയ്യാൻ താല്പര്യമില്ല എന്നാൽ നല്ല വികാരമുള്ളവരെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ആരിൽ നിന്നാണ് ഇവർക്കിത് കിട്ടുന്നത്? അവരോട് ഒരു പ്രത്യേക സ്നേഹവും അടുപ്പവും വിശ്വാസവും ഒക്കെ ആയിരിക്കും. അവരെ കൂടുതൽ കെയർ ചെയ്യുന്നു, അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, കാണാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ജീവിത പങ്കാളിയോടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർ മറ്റ് സ്ത്രീകളുമായി കൂടുതൽ അടുക്കുന്നത്, സംസാരിക്കുന്നതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പം ഏത് കാര്യമാണെങ്കിലും നമ്മുടെ വികാര വിചാരങ്ങൾക്കൊരു സംതൃപ്തി കിട്ടുന്നത് എവിടെ നിന്നാണോ അതിന് നമ്മളൊരു വാല്യൂ കൊടുക്കാറുണ്ട്. അതുപോലെ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞ് നല്ല സംതൃപ്തി കിട്ടിയെങ്കിൽ കുറച്ച് കൂടുതൽ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും. ഈ സമയത്ത് പുരുഷന്മാർക്കും ഒരു പ്രത്യേക ആനന്ദവും സന്തോഷവും ഒക്കെ തോന്നാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മൾ ഈ ഒരു കാര്യത്തിന് ഏത് സിസ്റ്റത്തെയാണ് അല്ലെങ്കിൽ ആരെയാണ് പൂർണ്ണമായി ആശ്രയിക്കുന്നത്, അവരോട് അല്ലെങ്കിൽ അതിനോട് ഒരു പ്രത്യേക വാല്യൂ കൊടുക്കും. തന്നെയല്ല, നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടായിരിക്കും അതിനെ കാണുന്നത്. അതേസമയം സ്വയം ചെയ്യുന്നവർക്ക് എനിക്ക് അങ്ങനെയും ആകാമല്ലോ എന്ന ചിന്തയുണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.